മിഡിൽ ഈസ്റ്റ് ആണ് നമ്മൾ നോക്കുന്നത്. മിഡിൽ ഈസ്റ്റിൽ സിറിയയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റ്സ് ആണ് ഇന്നലെ മൊത്തം നടന്നത്. വളരെ ഡ്രാമാറ്റിക് ആയിട്ടുള്ള ഈവൻസ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അതിൻ്റെ തലേ ദിവസം ഇസ്രായേലിൻ്റെ IDF ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥലത്ത്, അതായത് ഈ തീവ്രവാദികളെന്ന് വിളിക്കപ്പെടുന്ന അവരുടെ സ്ഥലങ്ങളിലാണ് IDF എയർ സ്ട്രൈക്ക് നടത്തിയത്. ആദ്യമേ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി അവിടെ നേരിടുന്ന പ്രശ്നം ഒന്ന് പറഞ്ഞു പോവാം. ഒന്നാമത്തെ കാര്യം, ഈ റിലീജിയനാണ് അവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ആയിക്കോട്ടെ, അതേപോലെ തന്നെ അസാദിൻ്റെ റെജീം ഷിയ ഭരണകൂടമായിക്കോട്ടെ, അതുപോലെ തന്നെ ഈ സുന്നി മുസ്ലിംസ് ആയിക്കോട്ടെ, ഇവർക്കെല്ലാം ഒറ്റ ഗോഡാണ്. അതിൽ യാതൊരു മാറ്റമില്ല. അതിൽ വിവിധ തരത്തിലുള്ള ചില സെക്റ്റുകളുണ്ട്. ഈ സെക്റ്റുകളിൽ പലർക്കും പല രീതിയിലുള്ള തർക്കങ്ങളാണ്. ഇവരുടെ ആശയത്തിനെ അവർ മുഖവിലക്കെടുക്കില്ല, അവരുടെ ആശയത്തിനെ ഇവർ മുഖവിലക്കെടുക്കില്ല. ഇതിൽ ഏതാണ്ട് 70-ലധികം ഗ്രൂപ്പുകളായിട്ട് വിഭജിക്കുമെന്നും ഈ 70-ലധികം ഗ്രൂപ്പുകളിൽ നിന്നും ഏതെങ്കിലും ഒരേ ഒരു ഗ്രൂപ്പ് മാത്രമേ സത്യസന്ധമായിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കൂ എന്നുള്ളത് പ്രവാചകന്റെ വാചകമാണ്. അപ്പം അതുകൊണ്ടാണ് നീയാണോ സ്വർഗത്തിൽ പ്രവേശിക്കുന്നവൻ, ഞാനാണോ പ്രവേശിക്കുന്നവൻ എന്നുള്ള ഒരു തർക്കമാണ് ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നം. അത് ആദ്യം മനസ്സിലാക്കിക്കോ. എന്തുകൊണ്ടാണ് ഇസ്ലാമിക് സെക്റ്റുകൾ ഇങ്ങനെ പരസ്പരം വഴക്ക് കൂടുന്നത്, പ്രത്യേകിച്ചും ഇങ്ങനെ തമ്മിൽ അടികൂടി ചാവുന്നത് എന്നുള്ളതിന് പ്രധാനമായിട്ടുള്ള കാരണമാണ്. അതുകൊണ്ടാണ് ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിക്കെതിരെ ഇപ്പം ആക്രമണങ്ങൾ. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ അസാദ് ഭരണകൂടം ഭരിച്ചിരുന്ന സമയത്തും ഏതാണ്ട് 53 വർഷമായിട്ട് അസാദിൻ്റെ ഫാദറും അസാദും കൂടെ ചേർന്ന് ഭരിച്ചത് 53 വർഷമാണ്. അപ്പോൾ ഏതാണ്ട് 53 വർഷമായിട്ട് ഈ ജനങ്ങൾ പീഡനം സഹിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കിക്കോണം. ഇതുപോലെ വേറൊരു സമൂഹമുണ്ട്, അത് യസീദി എന്ന് വിളിക്കപ്പെടും. യസീദികളും ഇതേപോലെ ഇറാൻ്റെ ഉള്ളിൽ ഇതേ ഷിയ ഭരണകൂടത്തിൻ്റെ കീഴിൽ ഇതുപോലെ ദുരന്തം അനുഭവിക്കുന്ന വേറൊരു റിലീജിയസ് സെക്റ്റാണ്. അവർ ഈ വെള്ള വസ്ത്രവും അഗ്നിയൊക്കെ കൊണ്ട് നടക്കുന്ന ആൾക്കാരാണ്. അത് വേറൊരു സൗരാഷ്ട്രീയ മതം എന്ന് പറഞ്ഞാൽ ആ ഒരു റിലീജിയനിൽ നിന്ന് ആശയം ഉൾക്കൊണ്ട് വന്ന ഒരു സംഗതിയാണ് യസീദികൾ. അതൊരു സൈഡിൽ. അപ്പോൾ ഇതുപോലെ മെജോറിറ്റി ആയിട്ട് ഇവർ എവിടെയൊക്കെ ഭരിക്കുന്നുണ്ടോ അവിടെയുള്ള മൈനോറിറ്റീസിനെയൊക്കെ ഇവർ ഉപദ്രവിക്കും. ഇത് വളരെ സ്വാഭാവികമായിട്ട് നടക്കുന്ന കാര്യമാണ്. അവരുടെ മേളിൽ ജിസിയ, ടാക്സ് ഇതൊക്കെ കൊണ്ടുവരിക എന്നുള്ളത് പണ്ട് തൊട്ടേ ഉള്ള വിഷയങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു അറബ് ലാൻഡിൽ ഈ ഒരു വിഷയം നടക്കുന്നത്. ഏറ്റവും കൂടുതൽ മൈനോറിറ്റികൾ ഉപദ്രവിക്കപ്പെടുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു മൈനോറിറ്റി ഗ്രൂപ്പായിട്ടുള്ള ഈ ഒരു ഡ്രൂസ് കമ്മ്യൂണിറ്റി കുറച്ച് ആൾക്കാർ സിറിയയ്ക്കുള്ളിലും കുറച്ച് ആൾക്കാർ ഇസ്രായേലിൻ്റെ ഉള്ളിലും താമസിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഉള്ളിൽ ജൂവിഷ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഈ ഡ്രൂസുകളെ ഉപദ്രവിക്കുന്നില്ല. അവർക്ക് ഇങ്ങനെ ഒരു മൈനോറിറ്റി വിരോധമില്ല, അതാദ്യം മനസ്സിലാക്കണം. പക്ഷെ നേരെ മറിച്ച് ഇപ്പുറത്താണെങ്കിൽ ഈ സിറിയയ്ക്കുള്ളിൽ താമസിക്കുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാരുടെ സ്ത്രീകളെ വന്ന് പിടിച്ചുകൊണ്ട് പോവുക, പീഡിപ്പിക്കുക. അതായത് ഇവർ വളരെ ക്രൂരമായിട്ടാണ് പെരുമാറുന്നത് മനുഷ്യന്മാരോട്. അത് ഇവർ മനുഷ്യനായിട്ട് കണക്കാക്കുന്നില്ല. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഈ ഇസ്രായേലിൻ്റെ ആക്രമണം കഴിഞ്ഞതിന് ശേഷം ഇസ്രായേൽ വിചാരിച്ചു HTS റെസ്പോണ്ട് ചെയ്യാൻ പോകുന്നില്ല, എല്ലാ തവണത്തെയും പോലെ HTS മിണ്ടാതിരിക്കുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇസ്രായേലിൻ്റെ IDF മടങ്ങി വന്നതിന് ശേഷം ഈ ജുവൈദ എന്ന് പറഞ്ഞ ആ ഒരു സ്ഥലം ഫുൾ ഇസ്രായേൽ കൺട്രോളിലെടുത്ത് ഡ്രൂസ് കമ്മ്യൂണിറ്റിക്ക് കൈമാറിയിട്ട് വന്നതിന് ശേഷം HTS ടീം അവിടെ വന്ന് ഇറങ്ങി ചറപറ ആക്രമണം എന്ന് പറഞ്ഞാൽ നിസ്സാരപ്പെട്ട ആക്രമണമല്ല, ശരിക്കും ആക്രമണം. ആ ആക്രമണത്തിൽ കുറേ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആണുങ്ങളെയൊക്കെ ഇങ്ങനെ ഉടുപ്പൊക്കെ ഊരി ഇങ്ങനെ ലൈനിൽ ഇങ്ങനെ കൊണ്ടുപോവാണ്, റോട്ടിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോവാണ്. ഇതിനു മുമ്പ് അലാവൈറ്റുകളുടെ സൈഡിൽ ഇതേപോലെ യുവമാർ പോയിട്ട് പിടിച്ചുകൊണ്ട് പോയി അവരെ തറയിലിട്ട് ഇഴച്ചുകൊണ്ട് കൊണ്ടുപോയ വീഡിയോ കൂടി നമ്മൾ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പണ്ട്. എന്ന് പറഞ്ഞ ഈ അൽ-സുവൈദിയ എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലത്തിനകത്ത് ഈ HTS ഏതാണ്ട് ഇന്നലെ ഉച്ചയോടുകൂടി പൂർണ്ണ ആധിപത്യം നേടി. എന്നിട്ട് അവർ ഡിക്ലെയർ ചെയ്തു, ഞങ്ങൾ ഈ ഒരു ഏരിയ മൊത്തം പിടിച്ചെടുത്തു, ഇനി 2 ഏരിയ കൂടി ഉണ്ട്. അപ്പോൾ അതിലും ഭേദം ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഈ സ്ഥലം പ്രത്യേകിച്ചും സിറിയയുടെ ഇപ്പോഴത്തെ HTSുമായിട്ട് അനക്സ് ചെയ്യണം. അതായത് അതായത് നിങ്ങൾക്ക് സെപ്പറേറ്റ് ഓട്ടോണമി ഇല്ല, നിങ്ങൾ പൂർണ്ണമായിട്ടും സിറിയയുടെ അണ്ടറിൽ വരിക എന്നുള്ളൊരു ആഹ്വാനമാണ് നടത്തിയത്. അത് കഴിഞ്ഞ പാടെ ഇസ്രായേലിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ടുള്ള പ്രശ്നം സംഭവിച്ചു. ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റി ഭയങ്കരമായിട്ട് ഇസ്രായേലിനെ പ്രഷർ ചെയ്ത് അങ്ങനെ ഇസ്രായേലിൻ്റെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഗേറ്റ് ചാടി പുറത്ത് പോവാണ്. അതായത് ഇസ്രായേലിൻ്റെ ബോർഡർ തുറന്നിട്ട് അവരെടുത്ത് ചാടി പോവാണ് അങ്ങോട്ട് ഡ്രൂസ് കമ്മ്യൂണിറ്റി. അങ്ങനെ ഇസ്രായേലിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാ യങ്സ്റ്റേഴ്സും യുവാക്കളെല്ലാം തന്നെ സിറിയയുടെ ഉള്ളിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരങ്ങ് പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ അവർ ഇറങ്ങിപ്പോയ അവസ്ഥയിൽ ശരിക്കും ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഇസ്രായേൽ സിറ്റിസൺസ് ആണ്. അവർ യഹൂദനാണോ അല്ലെങ്കിൽ ജൂ ആണോ നോൺ ജൂ ആണോ എന്നുള്ളത് അവിടെ ചോദ്യമല്ല. ദേ ആർ ഇസ്രായേലി സിറ്റിസൺസ്. അപ്പോൾ ഇസ്രായേലി സിറ്റിസൺസ് അവിടെ പോയ സ്ഥിതിക്ക് ഇസ്രായേലിന് ഫുൾ റെസ്പോൺസിബിലിറ്റി അവിടെ വരുന്നുണ്ട്. വീണ്ടും ഇസ്രായേൽ ഇറങ്ങിയതോടുകൂടി HTS ഈ അൽ-സുവൈദ എന്ന് പറഞ്ഞ ഈ ഒരു വില്ലേജിൽ പല വീടുകളിലും ഒളിച്ചിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടായത്. ദേ ആർ ഹൈഡിങ്. ഇപ്പോഴും അവർ ഹൈഡ് ചെയ്തിരിക്കുകയാണ്. പലരും വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നില്ല.
ഒരുത്തനൊക്കെ വീട്ടിൻ്റെ ഉള്ളിൽ നിന്ന് കരയാണ്. കാരണം അവർക്ക് ഇസ്രായേൽ ആർമി എന്ന് പറഞ്ഞാൽ അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. IDFനെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ജൊലാനി. ഈ ജൊലാനി എന്ന് പറഞ്ഞ വ്യക്തി ഏതാണ്ട് ഹെർമോൺ മൗണ്ടിന്റെ ഭാഗത്ത് ആ ഒരു ഗോലാൻ ഹൈറ്റ്സിൽ ജനിച്ച് വളർന്ന ആളാണ് ഈ ഒരു ജൊലാനി. ഈ സിറിയ ഭരിക്കുന്ന HTSന്റെ ലീഡർ അഹമ്മദ് അൽ ഷാറ എന്ന് പറഞ്ഞ പേര് വെച്ചിരിക്കുന്ന ജൊലാനി ഈ സിറിയയിലെ ഗോലാൻ ഹൈറ്റ്സിലുള്ള വ്യക്തിയാണ്. അപ്പോൾ IDF എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ആളാണ് ജൊലാനി. ജൊലാനിയെ പലരും ഇപ്പം നോക്കുന്നത് ഒരു ഡൗട്ട്ഫുള്ളോട് കൂടിയാണ്. അല്ലെങ്കിൽ ഈ ജൊലാനി ശരിക്കും കഴിവില്ലാത്ത ആളാണോ, ഇല്ലെങ്കിൽ എന്തെങ്കിലും ടാക്ടിക്സ് ആണോ, എന്തുകൊണ്ടാണ് ഈ രീതിയിൽ ഇസ്രായേലിൻ്റെ അടുത്ത് റെസ്പോണ്ട് ചെയ്യാതെ ഇരിക്കുന്നു എന്നുള്ള രീതിയിൽ വരെ പലരും ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങൾ ഒരുപക്ഷെ ജൊലാനിയെ കുറച്ച് ഡീഗ്രേഡ് ചെയ്യുമായിരിക്കാം. പക്ഷെ അതിന് ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റി ഇരിക്കുന്ന ഈ ഒരു സ്ഥലം ഇസ്രായേലിനോട് കൊടുത്ത് എഗ്രിമെന്റ് സൈൻ ചെയ്ത് പീസ് ഡീലിൽ ഒപ്പിട്ട് അങ്ങ് മാറുക. അതാണ് ജൊലാനി ചെയ്യേണ്ടത്. അത് വൈകാതെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. അമേരിക്ക ഇസ്രായേലിന് ഇപ്പം ഒരു ഓർഡർ കൊടുത്തിട്ടുണ്ട്. HTSുമായിട്ട് ഒരു രീതിയിലുള്ള കൺഫ്രണ്ടേഷനും വേണ്ട എന്നാണ് ട്രംപിന്റെ സൈഡിൽ നിന്നും നെതന്യാഹുവിന് കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ്. പക്ഷേ നെതന്യാഹു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ അവിടെ ഒരു രീതിയിലുള്ള കൺഫ്രണ്ടേഷനും പോകുന്നില്ല, ഞങ്ങൾ അവിടുത്തെ ടെറർ ഗ്രൂപ്പിനെ എതിരെയാണ് ഞങ്ങൾ പോകുന്നത്, തീർച്ചയായിട്ടും ഡ്രൂസ് കമ്മ്യൂണിറ്റിയെ രക്ഷിക്കാമെന്ന് ഞങ്ങൾ വാക്ക് കൊടുത്തിട്ടുണ്ട്. ഡ്രൂസ് കമ്മ്യൂണിറ്റി ഞങ്ങളുടെ ഇസ്രായേലിന്റെ ഉള്ളിലും കൂടി താമസിക്കുന്ന ആൾക്കാരും കൂടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു റിലേറ്റീവ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇതിനകത്ത് അപ്കമിംഗ് ആയിട്ട് നമ്മൾ സിറിയയുമായിട്ട് വെക്കാനിരിക്കുന്ന നോർമലൈസേഷൻ, സിറിയ ഇസ്രായേൽ നോർമലൈസേഷൻ എഗ്രിമെന്റ് ഒക്കെ വരാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളുടേതായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ. പക്ഷേ ഈ HTS അതേപോലെ ഈ ഡ്രൂസ് കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തുനിന്ന് ഇറങ്ങിപ്പോണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിലുള്ള കൺഫ്രണ്ടേഷൻസും ചെറിയ വെടിവെപ്പുകളൊക്കെ നടക്കുന്നുണ്ട്. പക്ഷേ ഇന്നലെയും ഇന്ന് ഉച്ചവരെ, ഇന്ന് ഉച്ചയ്ക്ക് ശേഷം നടന്നിരുന്ന ആ രീതിയിലുള്ള ആക്രോശമായ ലെവലിൽ നടക്കുന്നില്ല, ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, അയവ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ കുറച്ചു നേരം മാറി നിൽക്കാം, അവർ ഇറങ്ങി പൊക്കോട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇപ്പം ഈ HTS ടീം അൽ സുവൈദ എന്ന് പറഞ്ഞ ആ ഒരു ഗ്രാമത്തിൽ നിന്നും ഇറങ്ങി പോകേണ്ട സാഹചര്യമാണ്. പിന്നെ ഈ കാണിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ SDF എന്ന് പറഞ്ഞാൽ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട്. ഇവർ ശരിക്കും പറഞ്ഞാൽ ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ടാണ് ഏറ്റവും കൂടുതൽ US സപ്പോർട്ടേഴ്സ്, അതായത് അവിടെയാണ് അമേരിക്കൻ ബേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ സിറിയൻ ഡെമോക്രാറ്റിക് ഫ്രണ്ട് ഇപ്പം ഈ ഒരു ഏരിയയിൽ വന്നിട്ടുണ്ട്. ഈ തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഇവർ ആരെ സപ്പോർട്ട് ചെയ്യും, എന്ത് ആശയമാണ് ഇവരുടെ തലച്ചോറുള്ളതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ SDFും കൂടി അവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഒരു പ്രൊട്ടക്ഷൻ എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അത് HTSനെ സപ്പോർട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഡ്രൂസിനെ പ്രൊട്ടക്ട് ചെയ്യാനാണോ എന്നുള്ളത് നമുക്കറിയില്ല. അപ്പോൾ ആ രീതിയിൽ SDFും അവരും തോക്കെടുത്ത് ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും കൂടി ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു കൂട്ടത്തല്ലാണ് നടക്കുന്നത്. പിന്നെ ഈ HTSന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരെല്ലാം വീഡിയോ എടുക്കും. അവർ ചെയ്യുന്ന അതിക്രമങ്ങൾ കംപ്ലീറ്റ് വീഡിയോ എടുക്കും. ഇതേപോലെ തന്നെ പണ്ട് അലോവൈറ്റുകൾക്കെതിരെ നടത്തിയപ്പോഴും വീഡിയോ എടുത്തു. ഇപ്പോഴും വീഡിയോ എടുത്ത് ഒരുപാട് വീഡിയോ അങ്ങനെ തുരുതരാ പബ്ലിഷ് ചെയ്യാണ്. അപ്പോൾ ഇത് വീഡിയോ എടുക്കുന്ന ജൊലാനി തന്നെ പറഞ്ഞിട്ടുണ്ട്, എടാ ഞാൻ ഇപ്പം തന്നെയാണ് ഒരു സമാധാനമാണ്, തീവ്രവാദം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഈ തീവ്രവാദികളെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ലേ, ഈ തീവ്രവാദികളെയാണ് അമേരിക്ക ക്ലീൻ ഷീറ്റ് കൊടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് HTS ഇനി ഒരു തീവ്രവാദ സംഘടനയല്ല എന്ന് പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ ഒരു ഇരട്ടത്താപ്പേ. ഇതിൽ കൂടുതൽ എന്താണ് പറയാനുള്ളത്? ഇത്തരം തീവ്രവാദികളല്ല എന്ന് അവരുടെ പേര് തീവ്രവാദ പട്ടികയിൽ നിന്നും വെട്ടിയിട്ട് ഒരാഴ്ചയായിട്ടുള്ളൂ. ഏതാണ്ട് മില്യൺ കണക്കിൽ ഡോളർ എയ്ഡും കൂടി കൊടുത്തിരിക്കുന്ന ഒരു സമയമാണ്. കുറെ ആയുധങ്ങളും കൂടി ഇപ്പോൾ ഇറക്കി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഈ അൽ സുവൈദ എന്ന് പറഞ്ഞ ഈ ഒരു ഗ്രാമം ഫുൾ ആൻഡ് ഫുൾ ഡ്രൂസിന്റെ കസ്റ്റഡിയിൽ വന്നു എന്ന് ഡ്രൂസ് ആഘോഷിക്കുന്നുണ്ട്. ആ ആഘോഷിക്കുന്ന വീഡിയോ ഞാനിവിടെ ചേർക്കാം. അവരാഘോഷത്തിൽ അത് മുഴുവനും കൈക്കലാക്കി എന്ന് പറഞ്ഞിട്ടുണ്ട്, തിരിച്ചു പിടിച്ചു എന്നൊക്കെ. പിന്നെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണുന്നത് ഇസ്രായേലിലുള്ള ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്കാർ ഈ ബോർഡർ ക്രോസ് ചെയ്ത് പോകുന്ന രംഗമാണ് ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിരിക്കുന്നത്. ഈ മുൾവേലിക്ക് ഇപ്പുറത്ത് ഇസ്രായേൽ, അപ്പുറത്ത് സിറിയ. അപ്പോൾ ഇവിടെ നിന്ന് ക്രോസ് ചെയ്ത് സിറിയയിലോട്ട് ഇറങ്ങി പോവുകയാണ് ചെയ്യുന്നത്. കുറേ യുവാക്കൾ ഇറങ്ങി പോകുന്നുണ്ട്. പറഞ്ഞാൽ അവർ തന്നെ വീഡിയോ എടുത്ത് പുറത്ത് വിട്ടിട്ടുണ്ട്. അവർ ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ഒരു ടാബ്ലറ്റിലാണ് ഡ്രോൺ കൺട്രോൾ ചെയ്യുന്നത്. ഈ ഡ്രോൺ കൺട്രോൾ ചെയ്തിട്ട് താഴെ പോകുന്ന ഡ്രൂസ് കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആൾക്ക് നേരെ ഈ ഡ്രോണിൽ നിന്നും വെടിയുതിർക്കുകയാണ്. അങ്ങനെ ഈ ഡ്രോൺ ഗൺ ഉപയോഗിച്ചുകൊണ്ട് ഈ വെടിയുതിർക്കുന്ന രംഗം ഇവർ ഷൂട്ട് ചെയ്യുന്നുണ്ട്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം തന്നെ IDF ഇറങ്ങി വന്ന് ചറവറ എയർ സ്ട്രൈക്ക് അങ്ങ് തൂത്ത് പറയ്ക്കാൻ കൊടുത്തു. അതോടുകൂടി മതിയായി HTSനും അൽഷാറയ്ക്കും. അപ്പോഴാണ് അമേരിക്ക വിളിച്ച് പറഞ്ഞത് ഇതേപോലെ IDF അറ്റാക്ക് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഉടനെ അവിടെ നിന്ന് ട്രംപ് രാജാവ് ഉടനെ വിളിച്ച് ഇവിടെ പറഞ്ഞു, നിങ്ങളൊന്നും ചെയ്യരുത്, HTSനെ വെറുതെ വിടൂ എന്ന് പറഞ്ഞത്. HTSനെ വെറുതെ വിടാം, പക്ഷേ ഡ്രൂസിനെ വെറുതെ വിടാൻ പറയൂ എന്നാണ് ഇസ്രായേൽ പറഞ്ഞത്. ഈ വീഡിയോയിൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നത് ഈ ഡ്രൂസ് തലയിൽ വെക്കുന്ന ഒരു ഹാറ്റ് ഉണ്ട്, ഒരു ക്യാപ്പ്. ആ ക്യാപ്പിനെ എടുത്തിട്ട് ഫുട്ബോൾ അടിക്കുന്ന പോലെ അടിക്കുന്ന ഒരു രംഗമാണ് ഈ വീഡിയോയിൽ കാണാൻ കഴിയുന്നത്. അതായത് ഇതേ മാനസികാവസ്ഥയാണ്. ഇത് വേറെ ആരുമല്ല, HTSന്റെ ടീം തന്നെയാണ് ഈ തൊപ്പി എടുത്ത് ഇങ്ങനെ കാലിലിട്ട് തട്ടുന്നത്. ഇപ്പം ഇവനൊരു തൊപ്പിയുണ്ടല്ലോ, ഇവനൊരു തൊപ്പിയുണ്ട്, ആ തൊപ്പിയെടുത്ത് വേറൊരാളെടുത്ത് തട്ടി ഇങ്ങനെ കളിക്കുന്നത് ഇവൻ ഓക്കെ ആവുമോ? അതാണ് ബേസിക് ആയിട്ടുള്ള ചില അണ്ടർസ്റ്റാൻഡിങ്, ചില മ്യൂച്വൽ റെസ്പെക്റ്റ്, ചില മര്യാദ, ഇതൊന്നും ഇല്ല. അതാണ് മനസ്സിലാക്കേണ്ടത്.
ഇത് തന്നെയാണ് നമ്മൾ കുറേ നാൾക്ക് മുമ്പേ ഈ സിറിയയുടെ വിഷയം പലരും മറന്നു കളഞ്ഞെങ്കിലും നമ്മൾ തുടർച്ചയായിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. തുടർച്ചയായിട്ട് സിറിയയുടെ വിഷയം നമ്മൾ ഫോളോ ചെയ്ത് വന്നിട്ടുണ്ട്. കാരണം ഈ സിറിയയുടെ തലപ്പത്തിരിക്കുന്ന വ്യക്തി എന്താണെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. അവരുടെ ഫണ്ടമെന്റലിസം എങ്ങനെ പ്രവർത്തിക്കും എന്നുള്ളതും വളരെ എവിഡൻ്റ് ആണ്. ഈ വ്യക്തി ഏതൊക്കെ പ്രസ്ഥാനങ്ങൾ നയിച്ചുകൊണ്ടാണ് മുന്നോട്ട് വന്നത് എന്നുള്ളതും വളരെ വ്യക്തമാണ്. അപ്പോൾ ഇതിനകത്ത് ഒന്നും ഇഗ്നോർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വിഷയത്തിൽ കൂടുതൽ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകുന്ന മുറയ്ക്ക് അടുത്ത വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു സോ മച്ച്.